മോനെ 2 കിലോ റേഞ്ച് ഉള്ള സാധനം കേട്ടോ. നല്ല അടിപൊളി കറുത്ത കരിമുട്ടി സാധനം. ഹോൾഡ് ചെയ്തിട്ടാണ് ഹുക്കപ്പ് കൊടുത്തത്. ആദ്യം സ്ട്രൈക്ക് വന്നിട്ട് പോയ അപ്പൊ പൈസ കണ്ണു പിന്നെ നോക്ക് രക്ഷയില്ല പോയി. ചെറിയ കിട്ടി മോനെ കിട്ടി. അത് ഹെവി അതിനാലും അതല്ല കിടുക്കാറ്റ് ചേരാൻ എന്തും പറയില്ല. അടിപ്പ സാധനം കേട്ടോ. ഒരു 1.5 കിലോ റേഞ്ച് എന്തായാലും ഉണ്ട്, മസ്റ്റായിട്ടും കാണും. കിട്ടി പോയത് അതങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. ഇപ്പൊ നടന്നിട്ട് താഴുന്നില്ല. അത് കുഴപ്പമില്ല കേട്ടോ. രസമുണ്ട് ഡസ്റ്റ്ബിനെ കുരിച്ചിരിക്കുന്നുണ്ട്. ഒരാൾ ചാടി അടിക്കുന്നു, ഇവിടെ പറന്നടിക്കും. കറക്റ്റ് ക്യാമറ വന്ന് വെള്ളം വീടും. അടിപൊളി സാധനം കഴിച്ചു. നല്ല കിടുക്കൻ ഐറ്റം, നല്ല ഹെവി ചേറാൻ. പ്രതീക്ഷിക്കാതുള്ള അടിയായിരുന്നു കേട്ടോ. വന്നങ്ങോട്ട് 10 ഏറെ അങ്ങോട്ട് എറിഞ്ഞപ്പോ തന്നെ മീൻ അടിച്ച്. ഹെവി ചേറാൻ, ഹെവി ചേറാൻ. അവനിവിടെ അനങ്ങുന്ന ഞാൻ കണ്ട, ചുമ്മാ സ്കിപ്പ് ചെയ്യാൻ നോക്കിയ. എപ്പോഴും വന്ന് സ്കിപ്പ് ചെയ്തിട്ട് മടുപ്പിച്ച് പോകുന്ന സാധനം ഇല്ലേ. പ്രതീക്ഷിച്ചില്ലായിരുന്നു, ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹോമൻ ചേട്ടാണല്ലോ എറിഞ്ഞത്. എപ്പോഴും ചുമ്മാ അങ്ങോട്ട് എറിയുന്നല്ലേ എറിഞ്ഞ. എന്നാലും ഒന്ന് അടിച്ചു. എന്നാ ഈ പ്രോഗ് ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടിട്ടില്ല ചിലപ്പോ എന്റെ കണ്ണേനെ വലിക്കില്ല. മനീഷ് രാവിലെ എന്തൊക്കെയാ കൂടത്രൊക്കെ ചെയ്തിട്ട് പോയതല്ലേ. ഏറ്റില്ല ഓളപ്പനായിട്ട് അത് അടിക്കുന്ന കില്ലാടി ആയിട്ട്. കില്ലാടി തന്നെ. ഇതാകുമ്പോ നമുക്കല്ലേ ഹെവി നല്ല എമണ്ടൻ ഒരു ചേറാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഒരു 2 kg ഉള്ള ഒരു കിടുക്കൻ സാധനം കണ്ട. അടിപൊളി ചേറാൻ, രക്ഷയില്ല. പോളി അടിച്ചേക്കുന്ന ഫ്രോഗ് ഉണ്ട്, ലിസാർഡിന്റെ ഫ്രോഗല്ല അടിക്കുന്നത്. നല്ല അടിപൊളി ഹാൻഡ് മെയ്ഡ്. ഒരു 2 കിലോ റേഞ്ച് ഉള്ള സാധനം കേട്ടോ. നല്ല അടിപൊളി കറുത്ത കരിമുട്ടി സാധനം. നോക്കിയേ, ടോപ്പൊക്കെ നല്ല കറുപ്പുണ്ട്. അടിപൊളി പിന്നെ കിടുക്കാൻ. അതിൻ്റെ കണ്ണ് നോക്കണം, നല്ല വലിപ്പമുണ്ട് ഉണ്ടോ. ഫൈസ് കണ്ണ്. അപ്പം നിങ്ങൾക്ക് വലിപ്പം എൻ്റെ ഏകദേശം മനസ്സിലാവും. 2-2.5 കിലോ എന്തായാലും ഉണ്ട്, മസ്റ്റായിട്ടും ഉണ്ട്. കിടുക്കൻ സാധനം കേട്ടോ. ഇതാണ് ചേറാൻ, നല്ല ഹെവി നല്ല കിടുക്കൻ ചേറാൻ. എൻ്റെ പിന്നൊക്കെ നോക്ക് രക്ഷയില്ല, പൊളി കിടുക്കൻ സാധനം. അപ്പോൾ ഇവനെ ഇട്ടിട്ട് എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ മോനെ എല്ലാം വിട്ട് തുഴഞ്ഞിട്ട് കിട്ടിയതാണ് ഗൈസ്. നമുക്ക് കിട്ടിയ ഒരാൾ അവിടെ വരാൻ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. രസമുണ്ട് ഡസ്റ്റ്ബിനെ കുരിച്ചിരിക്കുന്നുണ്ട്. ഇവൻ ചേറുവിന്റെ കളി വിട്ടെന്ന് തോന്നുന്നു കേട്ടോ. മടുത്തത് ചേറുപുരത്തത് മടുത്തത്. ഇത്ര നേരം മീൻ അടിക്കാൻ ഇവിടെ വരാനില്ലായിരുന്നു, മനസ്സിലായി. ചോട്ട വരെ ചെറിയ കിട്ടി മോനെ കിട്ടി. ജസ്റ്റ് കൊണ്ട് എറിഞ്ഞുള്ളൂ. എറിഞ്ഞു കഴിഞ്ഞിട്ട് ഓളാക്കാൻ വിചാരിച്ചു. അടിച്ച് വിഴിഞ്ഞു കേട്ടോ. കയ്യെ ഊക്കപ്പെടുത്ത് അടിപൊളി. ഒന്നും
കിടുക്കാച്ചായിട്ട് കാണിച്ചു തരാം. അടിച്ചിറക്കിയത് ഹോൾഡ് ചെയ്തോണ്ടോ? എനിക്കറിയാം. തുമ്പ പറ്റിയതിരുന്നല്ലോ. തുമ്പ അടിച്ചപ്പോഴേ ബുക്കപ്പ് കൊടുത്തു കിട്ടി. നല്ല ഹെവി അതിരാനും നല്ല കിടുക്കാച്ചി ചേറാൻ ഒന്നും പറയില്ല. നല്ല അടിപ്പ സാധനം കേട്ടോ. ഒരു 1.5 കിലോ റേഞ്ച് എന്തായാലും ഉണ്ട്. മസ്റ്റായിട്ടും കാണും. 1.5 കിലോ കാണും കേട്ടോ. അടിപൊളി സുന്ദരം ചേറാൻ. ഫ്രോഗുണ്ടോ? ഫ്രോഗ് അടിച്ചങ്ങ് വിഴിഞ്ഞാ അതിക്കകത്ത് കയറി കേട്ടോ. നമ്മൾ ഹോൾഡ് ചെയ്തിട്ടാണ് ഹുക്കപ്പ് കൊടുത്തത്. ആദ്യം സ്ട്രൈക്ക് എന്നിട്ട് പോയ അപ്പൊ ഞങ്ങൾ അവിടുത്തെ മിസ്സായി കാണുമെന്ന്. അടിപൊളി അടിച്ച ലൊക്കേഷൻ കണ്ടതാ. ആ സ്ഥലം വെള്ളം കണ്ടോ? വെള്ളം ഇച്ചിരിയേ ഉള്ളു. നോർമൽ വെള്ളമേ ഉള്ളു. അതിനകത്ത് അടിച്ചേ. അടിപൊളി ഇവിടെ കിടക്കാൻ സാധനം. ഇങ്ങനെ കൊല്ലിക്കതിട്ട് ഒന്നുകൊണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. രാവിലെ ഓണായി പവർ ഓൺ. ഇതെല്ലാം ഇങ്ങനെ തന്നെ എടുക്കല്ലേ? എല്ലാം പടക്കാതെ സംഭവം നടക്കുക. ഈ റുക്കപ്പട അണ്ണാക്കിയത് ഇരിക്കുന്നത്. നമ്മുടെ പുതിയ ഫോൺ അറിയാതെ ഇങ്ങനൊന്നും അല്ലടാ. ഒരാൾ ചൂണ്ട ഊരിപ്പോയി. അതിനെ എടുക്കാണ്ട് പോയി. ആ സ്റ്റിക്ക് ഇട്ട് വരാം. ഞാൻ അവിടെ കയറിഞ്ഞു. കിട്ടിയോ? അയ്യോ ബീബോളാ ചാറാറില്ല. മോർണിംഗ് ഫിഷിങ് പോയി. ഇതിന്റെ കാല് വരും. എനിക്കറിയാം ഉപ്പിന് സാധനം കറിക്കുന്നു. പറന്നു പോയോണ്ട് ഇങ്ങോട്ട് വലത്ത് കാണാണ്. പോന്നു പിടി പോയോ? വെള്ളമുണ്ടോ അവിടെ? ഇവൻ ചെന്നപ്പോ പടച്ചോടെ ചുണ്ടിട്ട് പോയി. കിട്ടിയോ? ഞാനത് പോയത് അല്ല, ഞാൻ പെടച്ചോടിച്ച് പോകുന്നത്. ഇന്നലെ പറഞ്ഞു ഇവിടെ വന്നിട്ട് തപ്പി പിടിച്ചത്. അതുപോലെ തപ്പി പിടിച്ചത് നാടൻ പോയത്. അതങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. ഇപ്പൊ നടന്നിട്ട് താഴുന്നില്ല. അന്നേരം അത് പെടക്കുന്നുണ്ടോ? അപ്പൊ ഞാനോർത്ത് ശരിക്കും പോയി കാണുന്നു.